തൃശ്ശൂരിൽ മാംഗോ ജ്യൂസ് പാക്കറ്റിൽ ഒച്ചിനെ കണ്ടെത്തി. മാ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ജ്യൂസിൽ നിന്നാണ് മനക്കോട് സ്വദേശി ഗോകുലിന് ഒച്ചിനെ കിട്ടിയത്. ടൈമിൽ ജ്യൂസ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് എന്തോ തടഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഒരു വലി വലിച്ചപ്പോൾ കംപ്ലീറ്റ് സ്റ്റക്കായി. പിന്നെ പുറത്തേക്ക് ഒന്ന് സ്ട്രോ വലിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സംഭവം പുറത്തേക്ക് വരണതാണ് കണ്ടത്. പിന്നെ കടക്കാരടുത്ത് പറഞ്ഞ് കത്രിക വാങ്ങിച്ച് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഇതുപോലെ ചത്താണോ ഒച്ചാണോ എന്തോ അതിനുള്ളിൽ നിന്ന് കിട്ടിയത്. ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആകെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഇതുപോലെ ഒരു പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുക? ഫുഡ് സേഫ്റ്റി ആണെങ്കിലും ഇത് ചെക്ക് ചെയ്യണമില്ല, ഒന്നും ചെയ്യണില്ല. എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തത്. അപ്പോൾ ഇത് കാരണം എനിക്ക് വല്ല ദേഹാസ്വസ്ഥ എന്തെങ്കിലുമൊക്കെ വരുമെന്നൊന്നും അറിയില്ലല്ലോ. ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോ, ഇത് കാണുമ്പോൾ തന്നെ അസ്വസ്ഥയാവുന്നതാണ്. എന്താണ് ഈ കടക്കാരൻ പറഞ്ഞത്? എങ്ങനെ എന്താ ഇപ്പം അതിന് പറയാല്ലേ? എന്താ വിവരം? കടക്കാരൻ പറയുന്നത് തങ്ങൾക്കിത് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. അതായത് ഇത് പാക്കറ്റ് ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഡ്രിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തുറന്നു വെക്കുകയോ ഒന്നും തന്നെ തങ്ങൾ ചെയ്തിട്ടില്ല. ഇത് വന്ന ഒരു സമയത്ത് ഈ കമ്പനിയിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഉണ്ടായതാകാം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ മനക്കുടി സ്വദേശിയായ ഗോകുലാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഏകദേശം 1:30 കൂടിയാണ് ഗോകുല് ഈ ഇത്തരത്തിൽ ഈ അയ്യന്തോൾ ഭാഗത്ത് വെച്ചുള്ള ഒരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. വാങ്ങിയതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ കുടിക്കാനായി സ്ട്രോ ഉപയോഗിച്ച് വലിച്ചു കുടിക്കാനായി ശ്രമിച്ച സമയത്താണ് ഇത്തരത്തിൽ അത് പുറത്തേക്ക് വരുന്നില്ല, ഈ ജ്യൂസ് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണ് പൊളിച്ചു നോക്കിയത്. അതാണ് ഇപ്പോൾ ഈ കുപ്പിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാണാമായിരുന്നു. ഇതിപ്പോൾ പാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായി അറിയാറില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ അംഗീകൃതമായിട്ടുള്ള ഒരു ജ്യൂസാണോ അല്ലെങ്കിൽ അത് ഈ മാ എന്ന് പറയുന്ന ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ട്, അതിൻ്റെ ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വിപണനം നടത്തുന്നതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്കും വ്യക്തമല്ല. അത് അറിയില്ല. തന്നെയാണ് തോന്നുന്നത് ലിഷോയ്. ഈ കടക്കാർക്ക് അറിയാലോ ഇതിപ്പോ ബ്രാൻഡഡ് ആണോ അതോ അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് ചെറിയ പെട്ടെന്ന് അതാണെന്ന് തോന്നുന്ന നിലയിലുള്ള കവറാണോ? കടക്കാരെന്താ പറയുന്നത്? ബ്രാൻഡഡ് ആണോ? മാത്രമല്ല വിതരണക്കാരൊക്കെ ഒറിജിനൽ ആണോ, ലൈസൻസ്ഡ് ആയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും കടക്കാർക്ക് അറിയേണ്ടതാണല്ലോ. തീർച്ചയായും കടക്കാർക്ക് ഇതിനെക്കുറിച്ച്, അതായത് ആ കടയിൽ നിന്നിരുന്ന ഒരു ജോലിക്കാരനാണ്, അദ്ദേഹത്തിന് ഇത് കൃത്യമായി അറിയില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഗോകുലിന്റെ തീരുമാനം.